നമസ്കാരം. കുറച്ചു കാലത്തിന് ശേഷം വീണ്ടും യൂട്യൂബിലേക്ക് വരികയാണ്. എവിടുന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നൊക്കെയുള്ള ഒരു ആലോചനയായിട്ട് ഒരു സ്റ്റാർട്ടിങ് ട്രബിളായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് ഒരു യാത്ര കുംഭമേളയ്ക്ക്, മഹാകുംഭമേളയ്ക്ക് പോകാനുള്ള അവസരം കിട്ടിയത്. അപ്പോൾ ആലോചിച്ചു, ഇത് കാണിച്ചുകൊണ്ട് ഈ കുംഭമേളയിലെ യാത്രയെ പങ്കുവെച്ചുകൊണ്ട് യൂട്യൂബിലേക്ക് വീണ്ടും വരാം എന്നൊരാലോചനയായി. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് മുന്നൊരുക്കങ്ങളോ അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ എടുക്കാൻ വേണ്ട സന്നാഹങ്ങളോ ആയിട്ടല്ല പോയത്. യാത്ര സാധാരണ പോലെ 2 ദിവസത്തെ യാത്രയ്ക്കായിട്ട് പോയതാണ്. അവിടെ എത്തിയപ്പോൾ തോന്നിയ ആവേശമാണ്, സങ്കല്പമാണ് ഇങ്ങനെ പങ്കുവെക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ പരിമിതികളുണ്ട്. ഈ വീഡിയോ ആമുഖമായിട്ടുള്ളത് എടുക്കുന്നത് യാത്ര മുഴുവൻ കഴിഞ്ഞ് കുംഭമേളയിൽ നിന്ന് ലഖനൌവിൽ തിരിച്ചെത്തി, പ്രയാഗ്രാജിൽ നിന്ന് ലഖനൌവിലെത്തി, ലഖനൌവിൽ നിന്ന് ജയ്പൂരിലേക്ക് വന്നു. ഇവിടെ മറ്റൊരു യാത്ര തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഹോട്ടൽ റൂമിൽ ഇരുന്നാണ് ഈ ആമുഖ ഭാഷണം തുടങ്ങുന്നത്. ഒരു പെർഫെക്ഷനിസ്റ്റ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നത് കൊണ്ട്, എല്ലാം കൃത്യമായി നടക്കണം എന്നുള്ള മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നത് ബ്രേക്ക് ചെയ്യുക, അതിനെ മറികടക്കാനുള്ള ഒരു പരിശ്രമം കൂടിയായിട്ട് ഇത് കാണാം. കാരണം യാതൊരു സൗകര്യങ്ങളും ഇല്ലാതെ ഉള്ള പരിമിതികളിൽ നിന്ന് ഉള്ളത് കാണിക്കുക എന്ന ഒരു ആലോചനയും കൂടി ഇപ്പോൾ വന്നു തുടങ്ങിയില്ല. ഒരു പരിണാമമായിരിക്കാം മാനസികമായിട്ട്. ഏതായാലും നമുക്ക് ഇങ്ങനെ ഈ യാത്രയിൽ കണ്ട കാഴ്ചകൾ പങ്കുവെക്കുക എന്നുള്ളതാണ്. ഇവിടെ കഥ ഒരുപാട് പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല, ഇപ്പോൾ ധാരാളമായിട്ട് എല്ലാവരും ചർച്ച ചെയ്ത് കേട്ടിട്ടുണ്ടാവുമല്ലോ. ഗരുഡൻ പാലാഴി മഥന സമയത്ത് പുറത്തു വന്ന അമൃത് അസുരന്മാര് കൊണ്ടുപോകുന്ന സമയത്ത് അത് ഗരുഡന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും യുദ്ധം നടക്കുന്ന സമയത്ത് ഗരുഡൻ ആ അമൃത കലശവുമായിട്ട് പല സ്ഥലങ്ങളിലും സഞ്ചരിക്കുകയും ചെയ്തു. 4 പ്രധാന സ്ഥലങ്ങളിൽ അമൃതകലശത്തെ ഗരുഡൻ ഇറക്കി വെച്ചു എന്നാണ് കഥയുടെ ചുരുക്കം. ഇതിൽ പ്രയാഗ്രാജ്, നാസിക്, ഉജ്ജയിൻ, ഹരിദ്വാർ 4 പുണ്യതീർത്ഥങ്ങളിലാണ് അത് ഇറക്കി വെച്ചത്. ആ 4 സ്ഥലങ്ങളിലാണ് കുംഭമേള നടക്കുന്നത്. കുംഭം അമൃത കുംഭമാണ് എന്ന് സങ്കല്പിക്കാറുണ്ട്. അപ്പൊ അമൃതിന്റെ സ്പർശമുണ്ടായ 4 സ്ഥലങ്ങളിൽ 6 വർഷം കൂടുമ്പോൾ അർദ്ധ കുംഭമേളയും അത് കഴിഞ്ഞ് 12 വർഷം കൂടുമ്പോൾ പൂർണ്ണ കുംഭമേളയും നടക്കും. ഈ 12 വർഷത്തിന്റെ 12 എണ്ണം ചെല്ലുമ്പോൾ 144 വർഷം കൂടുമ്പോൾ ഒരു മഹാകുംഭമേളയും നടക്കും. ഇപ്പൊ പ്രയാഗ്രാജിൽ നടക്കുന്നത് ഇവിടുത്തെ മഹാകുംഭമേളയാണ്. അതതിന്റെ കഥയുടെ ഒരു രത്ന ചുരുക്കം. അതിനപ്പുറത്ത് കുംഭമേള എന്നത് വളരെ വലിയ ഒരു അനുഭവം തന്നെയാണ്. അത് 6 വർഷം കൂടുമ്പോൾ ഉള്ളതായാലും 12 വർഷം കൂടുമ്പോൾ ഉള്ളതായാലും ഒക്കെ തന്നെ. ഇതിനു മുമ്പ് പൂർണ്ണ കുംഭമേള പ്രയാഗ്രാജിൽ നടന്നത് 2013 അർദ്ധകുംഭമേള 2019-20 സമയത്താണ്. അപ്പോഴൊക്കെ ഇതൊരു വലിയ അനുഭവമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ മാത്രമല്ല, ഇതേപോലെ ഹരിദ്വാറിലും ഉജ്ജയിനിലും നാസിക്കിലും ഒക്കെ കേവലം കുറച്ച് ആളുകൾ വരികയും അവര് ഇവിടെ വന്ന് ഒരു നദിയില് തീർത്ഥത്തില് മുങ്ങിക്കുളിക്കുകയും തിരിച്ചു പോവുകയും ചെയ്യുന്നു എന്നതല്ല. അതിനപ്പുറത്ത് നമ്മുടെ സനാതന ധർമ്മത്തിന്റെ മഹത്തായ അനേകം പാരമ്പര്യങ്ങളുടെ സമ്മേളനം കൂടിയാണ് ഇവിടെ നടക്കുന്നത്. അനേക തരത്തിലുള്ള, കേവലം ദശനാമ്യ സമ്പ്രദായത്തിലുള്ളവരോ അല്ലെങ്കിൽ നാഗസന്യാസിമാരോ ദിഗംബരന്മാരായവരുടെയോ അങ്ങനെ കുറച്ച് ഏതെങ്കിലും സന്യാസിമാരുടെ മാത്രമല്ല, അനേക തരത്തിലുള്ള വൈവിധ്യങ്ങളുള്ള നമ്മുടെ ഹൈന്ദവ ധർമ്മം, അതിലെ എല്ലാ വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളും ഒരുപോലെ വന്നു ചേർന്ന് അവരുടെ ഒരു സമ്മേളന വേദി കൂടിയാണ്. പരസ്പരം കാണുവാനും പലയിടങ്ങളിലും പരസ്പരം ചർച്ചകൾ നടക്കുവാനും പഠനങ്ങൾ നടക്കുവാനും ഒക്കെ വേദിയാണ് ഈ കുംഭമേള. അനേക സംവത്സരങ്ങളുടെ, നൂറ്റാണ്ടുകളുടെ ഈ ചരിത്രത്തില് ഈ കുംഭമേളകൾ സനാതനധർമ്മത്തിന് വലിയ ഭാഗ്യങ്ങളെ അഥവാ വലിയ സംവിധാനങ്ങളെ നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. എല്ലാ അർത്ഥത്തിലും കുംഭമേള കേവലം ആധ്യാത്മികമായ ഒരു കൂട്ടായ്മ എന്നതിനപ്പുറത്ത് ചരിത്രപരമായും അതുപോലെ ഭൗതിക ലോകത്തിലെ നമ്മളെ സനാതനധർമ്മത്തിന്റെ നിലനിൽപ്പിന്റെ പ്രധാന ഘടകമായും ഒക്കെ വർത്തിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ട വയ്യ. ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കൂട്ടായ്മയ്ക്കാണ് ഇപ്പോൾ പ്രയാഗ്രാജ് സാക്ഷ്യം വഹിക്കുന്നത്. ഏതാണ്ട് 45 ദിവസത്തിൻ്റെ ഉള്ളിൽ 45 കോടി ആളുകൾ പങ്കെടുക്കുന്നു എന്നാണ് അവരുടെ കണക്ക്. കൃത്യമായ കണക്കുകൾ ഈ പരിപാടിക്ക് ശേഷമാണ് വരാൻ പോകുന്നത്. എന്നിരുന്നാലും 45 കോടി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 1 കോടിയോളം ആൾക്കാരാണ്. ഇത്രയും വലിയൊരു കൂട്ടായ്മ, അത് പറയത്തക്ക വലിയ അപകടങ്ങളൊന്നും ഇതുവരെ ഉണ്ടാവാത്ത രീതിയിൽ കാര്യങ്ങൾ നടന്നു പോകാൻ ഉള്ള വ്യവസ്ഥകൾ ഒരുക്കുക, ഇതൊക്കെ വലിയൊരു അത്ഭുതമാണ്.
ഈ അടുത്ത് സന്തോഷ് ജോർജ് കുളങ്ങര ഒരു വീഡിയോയിൽ പറഞ്ഞത് കേട്ടു, 2013 അദ്ദേഹം പോകുമ്പോൾ ഗംഗാതീരത്ത് മുഴുവൻ ഉരുക്കിന്റെ സ്റ്റീലിന്റെ പ്ലാറ്റ്ഫോമുകൾ ഇട്ടിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അത് ഇന്നും ഉണ്ട്. വാഹനങ്ങൾ താഴ്ന്നു പോവാതെ, ആളുകൾക്ക് മണ്ണിൽ അധികം താഴ്ന്നു പോവാതെ നടക്കാനുള്ള സൗകര്യം, അങ്ങനെ അടിസ്ഥാനമായിട്ടും പ്രാഥമികമായ കാര്യങ്ങൾ തൊട്ടിട്ട്, ടോയ്ലറ്റ് സൗകര്യങ്ങൾ, താമസ വ്യവസ്ഥകൾ തൊട്ടിട്ട് വലിയ VIP മൂവ്മെന്റുകൾ വരെയുള്ള കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യപ്പെടുക എന്നുള്ളതും എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഇത്രയും വലിയ ആൾക്കൂട്ടത്തെ കൈകാര്യം ചെയ്യുക എന്നുള്ളത്, അതിന് പുറകിൽ പ്രവർത്തിക്കുന്നവരെ അഭിനന്ദിക്കുക എന്നുള്ളതും ഈ അവസരത്തിൽ നമ്മൾ ചെയ്യേണ്ടതാണ്. അതോടൊപ്പം ഇനി വരുന്ന കുംഭമേളകളിൽ നാസിക്കില്, ഹരിദ്വാറില്, അതുപോലെ ഉജ്ജയിനില്, ഇനി വീണ്ടും അത് കഴിയുമ്പോൾ ഹരിദ്വാറില്, ഇങ്ങനെ 2-3 വർഷത്തെ ഇടവേളകളിൽ ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിലായിട്ട് അർദ്ധ കുംഭമേളയോ പൂർണ്ണ കുംഭമേളയോ നടന്നുകൊണ്ടേയിരിക്കും. മഹാകുംഭമേളയും ഇത് കേവലം ഒന്നും മാത്രമല്ല. ഹരിദ്വാറിൽ ഇനി വരാൻ പോകുന്നുണ്ട്, നാസിക്കിൽ വരാൻ പോകുന്നുണ്ട്, ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. അപ്പൊ പറ്റുന്ന സ്ഥലങ്ങളിൽ പറ്റുന്നിടത്തൊക്കെ എല്ലാവരും എത്തണം എന്നുള്ളതാണ്. ഏതാണ്ട് സമാനമായ ഒരുക്കങ്ങളും വ്യവസ്ഥകളും ഒക്കെ ഈ 4 സ്ഥലങ്ങളിലും ഉണ്ട്. അത് ആവുന്നത് പോലെ എല്ലാവരും അവിടേക്ക് പോകണം എന്നതാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളോടൊക്കെ, കാണുന്നവരോടൊക്കെ പറയാനുള്ളത്. പോകുന്ന സമയത്ത് സ്വാഭാവികമായ സൗകര്യങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കരുത്. അവിടെ പോവുക എന്നുള്ളത് നമ്മുടെയൊക്കെ കർത്തവ്യമാണ്, അതിന്റെ ഭാഗമാവുക എന്നുള്ളത് നമ്മുടെ ഭാഗ്യമാണ് എന്ന സങ്കല്പത്തിൽ മാത്രം അവിടെ പോവുക. ആവുന്ന പോലെയുള്ള സൗകര്യങ്ങളെ ആസ്വദിച്ച് സ്നാനം ചെയ്ത്, അമൃത സ്നാനം ചെയ്ത് തിരിച്ചു പോരാൻ നമുക്കൊക്കെ സാധിക്കട്ടെ. ഏതായാലും ഈ വലിയൊരു ആമുഖമില്ലാതെ ഈ യാത്രയിലേക്ക് നമുക്കൊക്കെ പ്രവേശിക്കാം. യാത്രയിൽ കണ്ട കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ വേണ്ടത്ര സൗകര്യങ്ങളുമായിട്ടല്ല പോയി എന്നുള്ളത് കൊണ്ട്, ഒന്നാം ദിവസം രാത്രിയോട് കൂടിയാണ് ഞങ്ങൾ അവിടെ എത്തുന്നത്. രാത്രി എത്തിയത് കൊണ്ട് വലിയ തിരക്കില്ലാതെ ഉള്ളിലേക്ക് പോകാൻ പറ്റിയെങ്കിലും മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനോ അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് രാത്രിയോട് കൂടിയിട്ട് ഫോൺ ഓഫായി. പിറ്റേന്ന് കുറച്ച് ചാർജൊക്കെ സംഘടിപ്പിച്ചതിന് ശേഷമുള്ള കാര്യങ്ങൾ മാത്രമേ പിന്നീട് വീഡിയോയിലുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ താമസിച്ച സ്ഥലത്തെക്കുറിച്ചോ അങ്ങനെയുള്ള സൗകര്യങ്ങളെക്കുറിച്ചോ അധികം പറയാൻ സാധിച്ചിട്ടില്ല, കാണിക്കാൻ സാധിച്ചിട്ടില്ല. എന്നിരുന്നാലും വീഡിയോയിൽ ഇടയിൽ താമസ സൗകര്യങ്ങളുടെ ഒരു ഭാഗം കാണിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ആമുഖമായിട്ട് പറയാനുള്ളത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ കണ്ട കാഴ്ചകളാണ്. മാത്രമല്ല, ഇത് പൂർണ്ണമായും കാണിക്കുക എന്നുള്ളതും അസാധ്യമാണെന്ന് നിങ്ങൾക്ക് തന്നെ ഏകദേശം അറിയാം. ഏതാണ്ട് 12 കിലോമീറ്റർ ദൂരത്ത് 2 ഭാഗങ്ങളിലായി 24 സെക്ടറുകളായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഓരോ സെക്ടറുകളിലും ഓരോ വ്യവസ്ഥകൾ, അഖാഡകൾക്കുള്ള വ്യവസ്ഥകൾ, പ്രൈവറ്റ് ആയിട്ടുള്ള ടെന്റ് ഹൗസുകൾ, അതുപോലെ VIP-കൾക്കുള്ള താമസ സൗകര്യങ്ങൾ, പൊതുജനങ്ങൾക്ക് കുളിക്കാനും മറ്റുള്ള സൗകര്യങ്ങൾ, ഡ്രസ്സ് മാറാനുള്ള സൗകര്യങ്ങൾ, ഇങ്ങനെ എല്ലാം, ഭക്ഷണശാലകൾ, ടോയ്ലറ്റ് വ്യവസ്ഥകൾ, ഇതെല്ലാം ഈ 24 സെക്ടറുകളിൽ പല ഭാഗങ്ങളിലായിട്ടാണ്. അപ്പൊ ഇത് മുഴുവൻ കവർ ചെയ്യുക, മുഴുവൻ നടന്ന് വീഡിയോ എടുക്കുക എന്നുള്ളത് അസാധ്യമാണ്, അല്ലെങ്കിൽ ദിവസങ്ങളോളം ആവശ്യമുള്ളതാണ്. അങ്ങനെയുള്ള ഒരു ഒരുക്കങ്ങളോട് കൂടി അല്ല അവിടെ പോയിരുന്നത്. എന്നിരുന്നാലും എല്ലാറ്റിൻ്റെയും ഒരു സാമ്പിൾ പറ്റുന്നതൊക്കെ കവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അത് ആസ്വദിക്കാം എന്ന ഒരു അഭ്യർത്ഥനയോട് കൂടിയിട്ട് നമുക്ക് ഈ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. വീഡിയോ എല്ലാവരും കാണുക, അഭിപ്രായങ്ങൾ പങ്കുവെക്കുക. പിന്നെ എല്ലാ യൂട്യൂബർമാരും വ്ളോഗർമാരും ഒക്കെ പറയണത് പോലെ ഈ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇനി അധികം വീഡിയോകളുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ അടുത്തേക്കൊക്കെ വരാനുള്ള ആലോചനയുണ്ട്. ഭാഗവതവും മുൻപുണ്ടായിരുന്നതുപോലെ ഭാഗവതം ക്ലാസ്സുകളും പഠനങ്ങളുമായിട്ടും അതുപോലെ മറ്റ് വിഷയങ്ങളുമായിട്ടും ഒക്കെ വരാനുള്ള ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. പങ്കുവെക്കാനും മറന്നു പോകരുത്. വീഡിയോ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ പങ്കുവെക്കാനും മറന്നു പോകരുത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. കുംഭമേളയുടെ പ്രവേശന കവാടങ്ങളിൽ ഒന്നിലാണ് ഞാനുള്ളത്. ഇവിടെ ഇപ്പോൾ രാത്രി 1 മണിയാണ് സമയം. വരുന്ന ആളുകളുടെ തിരക്ക് കാണുമ്പോൾ നമുക്ക് അത്ഭുതം വന്നു പോകും. രാത്രി 1 മണി സമയത്താണ് ഈ തിരക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ആളുകളും വാഹനങ്ങളും ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്. പലരും പറഞ്ഞ് പേടിപ്പിച്ചെങ്കിലും ഞങ്ങൾക്ക് വലിയ തിരക്ക് കിട്ടിയില്ല. ലഖ്നൗവിൽ നിന്ന് ഞങ്ങൾ ഏകദേശം 4.5 മണിക്കൂർ സമയം കൊണ്ട് ഞങ്ങൾ പ്രയാഗ്രാജിലേക്ക് എത്തി.
ഇവിടെ സംഗമത്തിൻ്റെ അടുത്ത് വരെ ഇന്നലെ വരെ തിരക്കായിരുന്നു. 12-ാം തീയതി പൂർണ്ണിമ പ്രമാണിച്ച് അമൃത സ്നാനത്തിന് വന്നിരുന്ന ആളുകളുടെ തിരക്ക് കൂടുതലുള്ളത് കൊണ്ട് വാഹനങ്ങൾ വളരെ ദൂരെയാണ് ഇട്ടിരുന്നത്. പക്ഷേ ഞങ്ങൾ ഈ രാത്രി സമയമായതുകൊണ്ടും പൂർണ്ണിമയുടെ തിരക്ക് കഴിഞ്ഞതുകൊണ്ടും ഞങ്ങൾക്ക് കുറേ കൂടി ഉള്ളിലേക്ക് വരാൻ പറ്റി. അതുകൊണ്ട് അധികം നടക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. ജനങ്ങളുടെ ഈ ഒഴുകി വരുന്ന വരവാണ്, ജനങ്ങളുടെ ഈ ആളുകൾ ഈ വന്നുകൊണ്ടിരിക്കുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അത്ഭുതകരമായ കാഴ്ച. അർദ്ധരാത്രി ഈ 1 മണി സമയത്ത് ഇത്രയധികം ആളുകൾ ഈ സ്ഥലത്തേക്ക് കടന്നു വരണമെന്നുണ്ടെങ്കിൽ ഇനി നാളെ പകൽ കാണാൻ പോകുന്ന ആ തിരക്കിനെയും കാഴ്ചയെയും കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ അത്ഭുതം വന്നു പോകുന്നുണ്ട്. ഞങ്ങളൊരു അത്ഭുത ലോകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. രാത്രി അർദ്ധരാത്രിയിലാണ് ഈ കാഴ്ച എന്നുള്ളത് ആലോചിക്കുമ്പോഴാണ് വീണ്ടും വീണ്ടും ഇത് ഓർമ്മയിൽ വരുന്നത്. കച്ചപ്പ് ദ്വാർ, കൂർമാവതാരത്തെ സ്മരിച്ചുകൊണ്ടുള്ള ദ്വാരത്തിലൂടെയാണ് ഞങ്ങൾ അകത്തേക്ക് കിടക്കുന്നത്. ഇവിടെ പ്രകാശമാനമായ ടെൻറ്റ് സിറ്റിയാണ് കാണുന്നത്. ഈ 2 സൈഡിലും കാണുന്നത് മുഴുവൻ ആളുകൾക്ക് താമസിക്കുവാനുള്ള വ്യവസ്ഥകളാണ്. ഈ പോകുന്ന ബഹുഭൂരിപക്ഷം ആളുകളും ഇവിടെ താമസിക്കുന്നില്ല. ഇവർ വരുന്നു, നേരെ സംഗമത്തിലേക്ക് പോകുന്നു. ഗംഗയും യമുനയും കൂടി സംഗമിക്കുന്ന പുണ്യഭൂമിയിലേക്ക് അവിടേക്ക് ചെല്ലുന്നു, സ്നാനം ചെയ്യുന്നു, തിരിച്ചു പോകുന്നു. അതാണ് ബഹുഭൂരിപക്ഷം ആളുകളുടെയും ഈ പോകുന്ന ആളുകളൊക്കെ ചെയ്യുന്നത്. ഇവിടെ താമസിക്കുന്നതിനാണ് നമ്മൾ പലരും കേട്ടിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും പല വിഷമങ്ങളൊക്കെ കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ അത്, പക്ഷേ കാണുന്നിടത്തോളം അത്ര വലിയ ബുദ്ധിമുട്ടുകളോ അത്ര വലിയ പ്രശ്നങ്ങളോ ഇല്ലാത്ത രീതിയിൽ തന്നെ നമുക്കിവിടെ താമസിക്കാനായാലും അതുപോലെ സ്നാനം ചെയ്യാനായാലും ഒക്കെ വ്യവസ്ഥകളുണ്ട്. വലിയ ബുദ്ധിമുട്ടില്ലാതെ എന്ന വാക്ക് പറയുമ്പോൾ പലരും പല രീതിയിൽ വ്യാഖ്യാനിക്കും. ഇപ്പോൾ പോയി വന്ന ആളുകൾ ഇന്ന് പല രീതിയിലുള്ളത് കേൾക്കാറുണ്ട്. നമ്മളതിൽ എപ്പോഴും ആലോചിക്കേണ്ടത് ഏകദേശം 1 കോടിയോളം ആളുകൾ ഒരു ദിവസം ഇവിടെ വരണമെന്നാണ്. 45 കോടി ആളുകളാണ് ഈ 45 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ മഹാമേളയിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ 1 കോടി ആളുകൾ ഒരു ദിവസം വരുന്നുണ്ട്. 1 കോടി ആളുകൾ ഒരു നാട്ടിൽ ഒരുമിച്ച് കൂടുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന തിരക്കുകൾ, ആ തിരക്കുകളിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ, നമുക്ക് സങ്കല്പിക്കാവുന്നതേ ഉള്ളൂ. ആ ബുദ്ധിമുട്ടുകളൊക്കെ സഹിക്കാൻ തയ്യാറായി മാനസികമായി അത് ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ ഇവിടെ വരാൻ സാധിക്കുള്ളൂ എന്നുള്ളത് നമുക്കൊക്കെ ഉറപ്പുള്ള ഒരു കാര്യമാണല്ലോ. എന്തു തന്നെ ആയാലും ഇത്രയും വലിയ ആൾക്കൂട്ടം ഇവിടെ വന്നിട്ടും വളരെ വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ നമുക്ക് മറ്റ് പല സന്ദർഭങ്ങളിലും നമ്മൾ കേട്ടുകേൾവികളുണ്ടല്ലോ ധാരാളം. മറ്റ് പല സ്ഥലങ്ങളിലും സംഘടിപ്പിക്കുന്ന പല മേളകളെയും അല്ലെങ്കിൽ ഇതുപോലെയുള്ള വലിയ ആളുകളെ മാനേജ് ചെയ്യുന്ന തിരക്കുകളൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അതുമായിട്ട് നോക്കുമ്പോൾ പറയത്തക്ക യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് തന്നെ പറയാവുന്ന ഒന്നാണ് ഇവിടുത്തെ വ്യവസ്ഥകൾ. അതിന് ഇവിടുത്തെ സർക്കാരിനെയും അതിനെ സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം കൊടുത്ത ആളുകളെയും പ്രത്യേകിച്ച് അഭിനന്ദിക്കാതെ തരമില്ല. അത്രയധികം വ്യവസ്ഥകൾ അവർ ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ടെൻറ്റുകൾ, ഇത് വളരെ കുറഞ്ഞ ചിലവിലാണ് ഇവിടുത്തെ ടെൻറ്റുകൾ കൊടുക്കുന്നത്. 100 രൂപയ്ക്കും 150 രൂപയ്ക്കൊക്കെ. പക്ഷെ വളരെ അടിസ്ഥാന സൗകര്യമാണ്. ഇതിനകത്ത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു കമ്പിളിയും കിടക്കാനുള്ള ഏറ്റവും സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒരു കമ്പിളിയോ 2 പായയോ
മറ്റോ കിട്ടിയെങ്കിലായി എന്നതിനപ്പുറത്ത് മറ്റൊന്നും തന്നെ ഉണ്ടാവില്ല. അതിൽ കൂടുതൽ സൗകര്യപ്രദമായതിന് 200-300 രൂപയും വളരെ ബേസിക് ആയതിന് 150 രൂപയും 100 രൂപയും ഒക്കെ വാങ്ങും. തിരക്ക് കൂടുതലുള്ള ദിവസങ്ങളിൽ അതിനനുസരിച്ചിട്ട് റേറ്റിലും വ്യത്യാസപ്പെടുത്തുന്നുണ്ടാവും അവർ. എന്നിരുന്നാലും ഒരു രാത്രി കിടന്നുറങ്ങുക എന്ന ഏറ്റവും അടിസ്ഥാനമായ ആവശ്യത്തിന് ഇത് ഉപകരിക്കുമെന്നതിൽ സംശയമൊന്നുമില്ല. ഇപ്പോൾ ഉള്ളതൊരു അഖാഡയുടെ നേതൃത്വത്തിലുള്ള ഒരു ശിബിരമാണ്. ശിബിരം എന്ന് പറയുന്നത് പൊതുജനങ്ങൾക്കും ആ സന്യാസാശ്രമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സന്യാസിമാർക്കും താമസിക്കുന്നതിന് വേണ്ടിയിട്ട് വ്യവസ്ഥപ്പെടുത്തിയിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ ഇത് കാണുന്നത് പ്രഭാഷണങ്ങളൊക്കെ നടക്കുന്ന സ്ഥലങ്ങളും പകൽ സമയത്ത് കഥാപ്രഭാഷണങ്ങളൊക്കെ നടക്കും. രാത്രി ആളുകൾക്ക് കിടന്നുറങ്ങാനുള്ള സ്ഥലങ്ങൾ. ഇത് ആ സന്യാസാശ്രമത്തിലെ കുറച്ചുകൂടി പ്രധാനപ്പെട്ട ആളുകൾക്കൊക്കെ താമസിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ചെറിയ കുടീരങ്ങളാണ്. അത് ആ ഭാഗത്തുണ്ട് കുറേ അധികം. ഇവിടെ ഒരു ക്ഷേത്രവും ഒരു യജ്ഞശാലയും ഹോമങ്ങളും ചടങ്ങുകളൊക്കെ നടക്കാനുള്ള ഒരു യജ്ഞശാലയുണ്ട്. യമുനാധാം എന്ന് അവിടെ ദൂരത്ത് കാണുന്നത് അതിൽ ആളുകൾക്ക് താമസിക്കാനുള്ള പ്രൈവറ്റായിട്ടുള്ള ആളുകൾക്ക് വാടകയൊക്കെ കൊടുത്ത് താമസിക്കുവാനുള്ള സ്ഥലങ്ങളുമാണ്. ഇവിടെ വലിയ ക്യൂ കാണുന്നത് സൗജന്യ അന്നദാനമാണ്. പ്രഭാത ഭക്ഷണം ഇവിടെ കൊടുക്കുന്ന സ്ഥലമാണ്. ഇതൊക്കെ പ്രഭാത ഭക്ഷണ വിതരണം നടക്കുകയാണ്. പോഹ, നമ്മുടെ കേരളത്തിലെ അവിലുപ്പുമാവ് പോലെ അവരുടെ പോഹ ആണ് ഇവിടെ വിതരണം ചെയ്യുന്നത്. ഇതുപോലെ നിരവധി സ്ഥലങ്ങളിൽ വ്യത്യസ്ത ഭക്ഷണ സാധനങ്ങൾ പ്രഭാതത്തിലും ഉച്ചയ്ക്കുമൊക്കെ ഏത് സമയവും നമുക്ക് ഭക്ഷണ സാധനങ്ങൾ ഇവിടെ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കണമെന്നില്ലാതെ തന്നെ നമുക്ക് ഇതുപോലെ സാമാന്യം ഭേദപ്പെട്ട ഭക്ഷണം വ്യവസ്ഥകൾ ഇവിടെയൊക്കെ ഉണ്ട്. ഇത് യജ്ഞശാല, ഇത് ഒരു ക്ഷേത്രമാണ്. സത്വ ബാബ സേവാ ശിബിർ എന്നാണ് ഈ സ്ഥലത്തിന്, ഈ അഖാഡയുടെ പേര്. സത്വ ബാബ സേവാ ശിബിർ. ഇവിടുത്തെ മഹാമണ്ഡലേശ്വറാണ് ജഗദ്ഗുരു ശ്രീ സന്തോഷ് ദാസ് സത്വ ബാബാജി മഹാരാജ്. അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് അവിടെ ഉള്ളത്. അതോടൊപ്പം അവരുടെ പൂർവികരായ ആചാര്യന്മാരുടെയും ഒക്കെ ചിത്രങ്ങൾ അതിലുണ്ട്. ഇവിടെ ഇത് യജ്ഞശാലയും അതോടൊപ്പം ആളുകൾക്ക് താമസിക്കാനുള്ള വ്യവസ്ഥയും. ഇത് മഹാത്മാക്കളായ ആളുകൾ, സന്യാസിമാരായ ആളുകൾ, അവർക്കൊക്കെ താമസിക്കുവാനൊക്കെയുള്ള വ്യവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഈ സൈഡിൽ വലതുഭാഗത്ത് കാണുന്നത് മുഴുവൻ ഇതുപോലെയുള്ള അഖാഡകളുടെ ശിബിരങ്ങളാണ്. ഇപ്പുറത്ത് ചെറിയ ചെറിയ ടെൻറ്റുകൾ, ഈ മഞ്ഞയും പച്ചയും നീലയും ഒക്കെ ഉള്ളത് ചെറിയ നമ്മുടെ പ്ലാസ്റ്റിക് ചാക്കുകളുടെ ആ മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയ ചെറിയ കുടീരങ്ങളാണ്. അതിലൊരു ദിവസം താമസിക്കുന്നതിന് 100 രൂപയോ 200 രൂപയോ ഒക്കെ ചിലവാക്കിയാൽ നിങ്ങൾക്ക് താമസിക്കാൻ വേണ്ട കമ്പിളിയും അതുപോലെ വിരിക്കാനൊരു പായയും അങ്ങനെ അത്യാവശ്യം വേണ്ട സൗകര്യം കിട്ടും. താഴെ വേറെ ഒന്നും തന്നെ ഉണ്ടാവില്ല. പക്ഷേ കാറ്റടിക്കാതെ മഞ്ഞ് കൊള്ളാതെ കിടക്കാനുള്ള ഒരു അടിസ്ഥാന സൗകര്യം ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ രണ്ട് ഭാഗങ്ങളിലും ഇതുപോലെ അത്യാവശ്യം സൗകര്യമുള്ള ടോയ്ലറ്റുകളും തയ്യാറാക്കിയിട്ടുണ്ട്. ടോയ്ലറ്റുകൾ പലരും പല വീഡിയോകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അത് വൃത്തിയില്ല എന്നുള്ള പരാതികൾ. ഗവൺമെൻറ്റിന് ആവുന്നതുപോലെ അവർ അതിനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ഉപയോഗിക്കുന്ന ആളുകളും കൂടി അത് വൃത്തിയാക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം ജനങ്ങൾക്കും വേണമല്ലോ. അതിൽ വരുന്ന ചില വീഴ്ചകളെ കൊണ്ട് പലതും ഇപ്പോൾ ഉപയോഗശൂന്യമാണ്. എന്നിരുന്നാലും ഇത്രയും അധികം ഏകദേശം 1 കോടി ആളുകൾ ഒരു ദിവസം വന്നു പോകുന്ന സമയത്ത് അവർക്ക് ചെയ്യാവുന്ന, ഒരു അധികാരികൾക്ക് ചെയ്യാവുന്ന, ഇവിടുത്തെ പരിമിതികളിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്ന പരമാവധി സൗകര്യങ്ങൾ അവർ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് പറയാതെ പറ്റില്ല. ഇത് മറ്റൊരു അഖാഡയാണ് പുറത്ത് കാണുന്നത്.
ഇന്നലെ രാത്രിയിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെ ഇന്നും ഒരല്പം പോലും കുറവില്ലാതെ ആളുകൾ ഒഴുകി വരുന്നു. ഈ വരുന്ന ആളുകളിൽ ബഹുഭൂരിപക്ഷവും ഇന്നലെ പറഞ്ഞതുപോലെ അവർ ത്രിവേണി സംഗമത്തിലേക്ക് പോകുന്നു, അവിടെ പോയി കുളിക്കുന്നു, തിരിച്ചു പോകുന്നു. ഇവിടെ താമസിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. എന്നിരുന്നാൽ പോലും നമുക്ക് താമസിക്കാൻ വേണ്ടത്ര സൗകര്യം ഇല്ല എന്ന് തന്നെ പറയാം. ഇത്രയധികം ആളുകൾ വന്നാൽ താമസിക്കാനുള്ള സൗകര്യം ഇല്ല എന്ന് തന്നെ പറയുന്നതാണ്. ഇത് മറ്റൊരു അഖാഡ, പരമഹംസ ശ്രീ രാമചന്ദ്രദാസ് ദിഗംബർ അഖാഡ. ഇത് അയോധ്യയിലുണ്ടായിരുന്ന ഒരു ആചാര്യൻ്റെ അഖാഡയാണ്. ഇത് മറ്റൊരു മഹാത്മാവിൻ്റെ ആശ്രമമാണ്. അദ്ദേഹം ഭാരതത്തിന് പുറത്തുള്ള ആളാണെന്ന് തോന്നുന്നു. വടക്കേ അമേരിക്കയിലും ഓഷ്യാനിയയിലും ഫാർ ഈസ്റ്റിലൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ആശ്രമങ്ങളുടെയും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായ പ്രത്യേകത ഇവിടെ സൗജന്യമായ ഭക്ഷണ വിതരണമാണ്. വിശ്വമാനവ് റുഹാനി കേന്ദ്ര, വരുന്നവർക്കൊക്കെ സൗജന്യ ഭക്ഷണമാണ് ഇവിടെയും. പക്ഷേ അതുകൊണ്ട് വളരെ വലിയൊരു തിരക്കില്ല. കാരണം ഇതുപോലെ നിരവധി സ്ഥലങ്ങളിൽ ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. ഈ വരുന്നതിൽ ബഹുഭൂരിപക്ഷം ആളുകൾക്കും കയ്യിൽ നിന്ന് പണം കൊടുത്ത് ഭക്ഷണം കഴിക്കേണ്ട ഒരവസ്ഥ ഇവിടെ ഇല്ല എന്നുള്ളതാണ്. അത് ഭാരതത്തിൻ്റെ വലിയൊരു മഹാത്മ്യവുമാണ്. ഇത്രയും അധികം ആളുകൾ വരികയും ആ വരുന്ന ആളുകൾക്കൊക്കെ സൗജന്യമായ ഭക്ഷണത്തിൻ്റെ വ്യവസ്ഥയുണ്ടാവുകയും ചെയ്യുക എന്നുള്ളത് എന്താ പറയുക, അതൊരു അത്യത്ഭുതം തന്നെയാണെന്ന് പറയാതെ സാധ്യമല്ല. ഇദ്ദേഹം ഇവിടെ ഫ്രീ മെഡിക്കൽ ക്യാമ്പും നടത്തുന്നുണ്ട്, സൗജന്യ സംവിധാനങ്ങൾ. ഞങ്ങളിപ്പോൾ ത്രിവേണി സംഗമ ഘട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ എത്ര ആളുകളെന്നോ എന്തൊരു കാഴ്ചയാണെന്നോ പറയാൻ വയ്യാതെ എത്രയോ ആളുകൾ ഇവിടെ വന്ന് ഈ അമൃത സ്നാനവും നടത്തി ജീവിതത്തിലെ വലിയൊരു പുണ്യം നേടി മനസ്സ് നിറച്ച് പോകുന്ന എത്രയോ ആളുകളുടെ കാഴ്ച. ഈ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആളുകൾ മുഴുവൻ സ്നാനത്തിനായിട്ട് വന്നു ചേർന്ന ആളുകളാണ്. ത്രിവേണി സംഗമം എന്ന് പറയുന്നത് ഈ കാണുന്ന സ്ഥലമാണ് ത്രിവേണി സംഗമം. അവിടെ നിന്ന് ഒഴുകി വരുന്നത് യമുനയാണ്. ആ ഭാഗത്ത് നിന്ന് ഇവിടെ നിന്ന് ഗംഗാദേവി ഒഴുകി വരുന്നു. ഗംഗയും യമുനയും കൂടി ഇവിടെയാണ് സംഗമിക്കുന്ന ഈ സ്ഥലത്താണ്, ഇവിടെയാണ്. അതിൽ സരസ്വതി നദി ഗുപ്തമായിട്ട് വരുന്നു, രഹസ്യമായിട്ട് വരുന്നു, പ്രത്യക്ഷമായിട്ടല്ലാതെ അപ്രത്യക്ഷമായിട്ട് സരസ്വതിയും വരുന്നു എന്നാണ് സങ്കല്പം. ഇവിടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാഴ്ച, ഇതിൻ്റെ ഒരു വ്യാപ്തി മൊബൈലിൽ ഒപ്പിയെടുക്കാൻ സാധ്യമല്ല. ഇവിടെ വരുന്നതിന് മുമ്പ് ഇത്രയും ആളുകൾ വന്നിട്ടും നമ്മുടെ കാണുന്ന വീഡിയോകളിലൊക്കെ എന്തുകൊണ്ട് ഇത്രയും തിരക്ക് കാണാത്തത് എന്ന് പലപ്പോഴും തോന്നുന്നുണ്ടായിരുന്നു. അത് ഇവിടെ വന്നപ്പോഴാണ് അതിൻ്റെ പൂർണ്ണത മനസ്സിലായത്. ഇത് മൊബൈലിലോ നമ്മുടെ ഏതെങ്കിലും ഒരു ക്യാമറയിലോ പൂർണ്ണമായി ഒപ്പിയെടുക്കുക എന്നത് അസാധ്യമാണ്. ഈ കാണുന്നത് മൊബൈലിൻ്റെ സ്ക്രീനിൽ കാണുന്നത് വളരെ വളരെ ചെറിയതാണ്. ഇതല്ല യഥാർത്ഥത്തിൽ ഇവിടെ കാണുന്ന അനുഭവിക്കുന്ന കാഴ്ച എന്നത് പറയാതെ വയ്യ. അങ്ങ് വളരെ ദൂരെയാണ് സംഗമ സ്ഥലം എന്ന് കാണിക്കുന്നത്. അത് ആ ഭാഗത്തു നിന്ന് വരുന്നത് യമുന, ഇവിടെ ഒഴുകി വരുന്ന ഗംഗ. ഇത് രണ്ടും കൂടി ആ ഭാഗത്ത് വെച്ചിട്ട് സംഗമിച്ചതിന് ശേഷം ഒഴുകി ഇങ്ങോട്ട് വരുന്നത്. ഇതൊക്കെ ഗംഗയും യമുനയും സംഗമിച്ചതിന് ശേഷമുള്ള ഭാഗമാണ് ഇവിടെ. സംഗമത്തിൽ സ്നാനം ചെയ്യണമെന്ന സങ്കല്പത്തിലുള്ള ആളുകളാണ് പലരും അത് അവിടെ ദൂരെ കാണുന്ന ആ ഭാഗത്ത് പോകുന്നത്. സാധാരണ ഗംഗാ യാത്രയിൽ, നമ്മൾ കാശി യാത്രയിലൊക്കെ ഞങ്ങൾ വരുന്ന സമയത്ത് അവിടെയാണ് ബോട്ടിൽ പോയിട്ട് അവിടെയാണ് ബലികർമ്മങ്ങളും പിതൃകർമ്മങ്ങളും അതുപോലെ ചടങ്ങുകളൊക്കെ ചെയ്യാറുള്ളതും കുളിക്കാറുള്ളതും ഒക്കെ അവിടെയാണ്. ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നതിന് പകരം ഞങ്ങൾ സംഗമത്തിന് ശേഷമുള്ള ഭാഗം ഇവിടെ വരുന്നു. ഇവിടെ നിന്ന് കുളിക്കാം, ഇവിടെ അമൃതസ്നാനം ചെയ്യാമെന്ന് സങ്കല്പിച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഗംഗയാണ് ഇവിടെ പ്രൊമിനൻ്റ് ആയിട്ടുള്ളത്, യമുന അവിടെ നിന്ന് ഒഴുകി വരിക. ഇവിടെ അവർ ചെയ്തു വെച്ചുള്ള സൗകര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഈ ഒരുക്കി വെച്ചത് മുഴുവൻ ആളുകൾ അപ്പുറത്തേക്ക് പോവാതിരിക്കാനുള്ള വ്യവസ്ഥകളാണ്. അതോടൊപ്പം ഓരോ ചെറിയ ചെറിയ ഗ്യാപ്പിലും ലൈഫ് ഗാർഡുകളെ അവർ നിയോഗിച്ചിട്ടുണ്ട്.
എന്തെങ്കിലും അപകടം പറ്റി അപ്പുറത്തേക്ക് പോവുകയാണെങ്കിലുള്ള സൗകര്യത്തിന് വേണ്ടി ലൈഫ് ഗാർഡുകളെ നിയോഗിച്ചിട്ടുണ്ട്. അവർ അത്യാവശ്യം വേണ്ട എല്ലാ സൗകര്യത്തോടും കൂടിയിട്ട് വെള്ളത്തിൽ ചാടണമെങ്കിൽ ചാടാനും ആളുകളെ കൊണ്ടുപോകാനും വേണ്ട വ്യവസ്ഥകളോട് കൂടിയിട്ട് ഫസ്റ്റ് എയ്ഡ് സൗകര്യങ്ങളോട് കൂടിയിട്ട് അവർ ലൈഫ് ഗാർഡുകളെ നിയോഗിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ട ആരോപണങ്ങളിലൊന്നാണ് ഈ ഗംഗയുടെ വൃത്തികേടുകൾ എന്നുള്ളത്. അതും ഇവിടെ ഈ ചെറിയ ഏരിയയിൽ മാത്രമാണ് ഇങ്ങനെ വൃത്തികേടുകളും പൂക്കളും ആളുകളുടെ കുളിക്കുന്നതിന് ഭാഗമായി പൂജയുടെ ഭാഗമായിട്ടുള്ള പൂക്കളൊക്കെ വരുന്നത്. ഇത് വൃത്തിയാക്കുന്നതിന് വേണ്ട വ്യവസ്ഥയും ഇടയിലൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അവർ. ഇത് കൃത്യമായി വൃത്തിയാക്കപ്പെടുകയുമുണ്ട്, ക്ലീനിങ്ങും നടക്കുന്നുണ്ട് ഇവിടെ. സത്യത്തിൽ ആധ്യാത്മികമായ ഒരു അന്തരീക്ഷത്തെ എത്രയൊക്കെ ഭംഗിയായിട്ട് ഇവിടെ ഒരുക്കി വയ്ക്കാമെന്നുള്ളത് നമുക്കിവിടെ വന്ന് കാണുമ്പോഴാണ് അത്ഭുതം തോന്നുന്നത്. എത്രയോ ആളുകൾ ഭാരതത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന്, ഭാരതത്തിൽ നിന്നെന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് എത്രയോ ആളുകൾ ഇവിടെ വന്ന് ഈ അമൃതസ്നാനം ചെയ്ത് ഈ നദിയെ, ഈ ദേവിയെ, ഗംഗാദേവിയെയും യമുനാദേവിയെയും പൂജ ചെയ്ത് ഇവിടെ പുണ്യം നേടുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇത് സെക്ടർ 20 ആണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇവിടെയാണ് പ്രധാനപ്പെട്ട പല അഖാഡകളുടെയും കേന്ദ്രങ്ങൾ. ഈ വഴിയിൽ കാണുന്ന ഓരോ ഗോപുരങ്ങളും ഓരോ അഖാഡകളുടെ പ്രവേശന കവാടങ്ങളാണ്. നേരത്തെ കണ്ടതുപോലെ തന്നെ ഓരോ അഖാഡകളുടെ ഉള്ളിലും അവിടെ അവരുടേതായ യജ്ഞശാലകളും അവരുടെ സത്സംഗ ഹാളുകളും അതുപോലെ അവരുടെ ക്ഷേത്രങ്ങളും ആചാര്യന്മാർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ അവിടെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ആ ആശ്രമങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് താമസിക്കാൻ വരുന്ന ആളുകൾക്ക് അതിനുള്ള വ്യവസ്ഥയും അവിടെ ഉണ്ടായിരിക്കും. ഈ ഭംഗിയായിട്ടുണ്ടാക്കി വെച്ചിട്ടുള്ള ഈ കവാടങ്ങളൊക്കെ, പ്രവേശന കവാടങ്ങളൊക്കെ ഏതെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ട ആചാര്യന്മാരുടെ സത്സംഗ ഹാളുകളാണ്, താൽക്കാലികമായിട്ടുണ്ടാക്കിയ സത്സംഗ ഹാളുകളാണ്. പകൽ സമയങ്ങളിൽ അവിടെ സത്സംഗങ്ങളും പരിപാടികളും ഒക്കെ നടക്കും. അത് കഴിഞ്ഞ് രാത്രി സമയമാകുമ്പോൾ ഇവിടെ ആളുകൾക്ക് ഡോർമെറ്ററി പോലെ വിശ്രമിക്കാനും ഉള്ള സൗകര്യങ്ങൾ ഏർപ്പാടാക്കും. ഈ സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളിലും രാമകഥയും ഭാഗവത സപ്താഹങ്ങളും അതുപോലെ മറ്റ് പ്രധാന ശാസ്ത്ര വിഷയങ്ങളുടെ ചർച്ചകളും പഠനങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഈ കാണുന്നതൊക്കെ വീണ്ടും അഖാഡകളാണ്. ഇവിടെയുള്ള ഈ പല അഖാഡകളിലെയും ആചാര്യന്മാരുടെ സംഗമം, അവർ പല വിഷയങ്ങളിലുള്ള ശാസ്ത്ര ചർച്ചകൾ നടത്തുകയും ശാസ്ത്ര പാഠങ്ങൾ നമുക്ക് പങ്കുവെച്ച് തരികയും ഒക്കെ ചെയ്യാറുണ്ട്. അതുപോലെ പ്രധാനപ്പെട്ട ദശനാമി സമ്പ്രദായത്തിലുള്ള ആചാര്യന്മാരുടെ സംഗമം, ശങ്കരാചാര്യരാൽ സ്ഥാപിക്കപ്പെട്ട ദശനാമി സമ്പ്രദായത്തിലുള്ള ആചാര്യന്മാരുടെ സംഗമം ഈ അടുത്ത് നടക്കുകയുണ്ടായി. ഇവിടെ
ആ സംഗമത്തിൽ അവരും നമ്മളോട്, നമ്മളെപ്പോലത്തെ സാധാരണ ഗൃഹസ്ഥന്മാരായ ആളുകളോട്, അവർക്ക് ആചാര്യന്മാർക്ക് നമ്മളോട് പങ്കുവയ്ക്കാനുള്ള നിർദ്ദേശങ്ങൾ, നമുക്കുള്ള ഉദ്ഘോഷണങ്ങൾ ഒക്കെ അവിടെയും നടക്കാറുണ്ട്. അതുപോലെ ശാസ്ത്ര വിഷയങ്ങളിലുള്ള ചർച്ചകളും അവിടെ നടക്കുകയുണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഈ കുംഭമേള കേവലം ഒരു സ്നാന മഹോത്സവം മാത്രമല്ല, അതോടൊപ്പം തന്നെ നിരവധി തരത്തിലുള്ള ഹൈന്ദവ ധർമ്മത്തിൻ്റെ, സനാതന ധർമ്മത്തിൻ്റെ നിരവധി തരത്തിലുള്ള പ്രകാരത്തിലുള്ള ഉദ്ധാരണത്തിൻ്റെ ഒരു രംഗവും കൂടിയാണ്, അതിനുള്ള ഒരു സ്ഥലവും കൂടിയാണ് ഈ കുംഭമേള എന്നുള്ളത്. ഇത് കാഞ്ചി ശങ്കര മഠത്തിൻ്റെ നേതൃത്വത്തിലുള്ള ആശ്രമമാണ്. ഇവിടെ പ്രധാനപ്പെട്ട ആളുകൾക്ക് താമസിക്കാനുള്ള വ്യവസ്ഥയുമുണ്ട്. അതുപോലെ തന്നെ സത്സംഗവും നടക്കുന്നുണ്ട്. സത്സംഗ ഹാളിലേക്കാണ് നമ്മളിപ്പോൾ പോണത്. അവിടെ ഒരു മഹാത്മാവ് ഭഗവാന്റെ കഥ, കുചേലൻ്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കാണുന്നതിന് അങ്ങോട്ട് പോവുകയാണ് ഞങ്ങൾ. क्योंकि उनको बहुत पढ़ना था। ब्राह्मणो ब्रह्मवित्तमः, कितने सारे शास्त्रों को आत्मसात करके संभालो। संयोग की बात, रामाजी का गांव भगवान श्री कृष्ण की द्वारका से बहुत दूर नहीं था।